മയ്യത്ത് കട്ടിലിൽ വെച്ച് പുരുഷന്മാർ ആ മയ്യത്തിനെ ആ ചുമലിനേക്ക് പുറപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെ ആ മരിച്ച വ്യക്തി നല്ല വ്യക്തിയാണോ, നല്ല ഒരു മനുഷ്യനാണെങ്കിൽ അവൻ പറയുമെന്നുള്ളതാണ്, നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകണേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു സ്വാലിഹായ മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ മരണപ്പെട്ടതിന് ശേഷവും അവന്റെ ആഗ്രഹം എന്താ? പടച്ചോനെ എന്നെ വേഗം കൊണ്ടുപോകണം. ഇവിടേക്ക്? ഖബറിലേക്ക്. കാരണം എന്താ? അവന് കൃത്യമായ ബോധ്യമുണ്ട്, ഇനി ഞാൻ ചെല്ലുമ്പോൾ എന്റെ അവസ്ഥ എന്താകുമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഒരു രൂപത്തിലുള്ള ചിന്തയും പ്രവർത്തനവുമായിരിക്കണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ. നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയായ ആ മനുഷ്യനെ അവനെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവൻ ഇങ്ങനെ പറയുമെന്നുള്ളതും, എന്നാൽ ഒരു സത്യനിഷേധിയായ മനുഷ്യൻ അട്ടഹസിച്ച് ആർപ്പ് വിളിച്ച് എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് ഒരു ചീത്തയായ മനുഷ്യൻ പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ സത്യവിശ്വാസിയെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ മലായികത്തുകളുടെ ചോദ്യങ്ങൾ കഴിഞ്ഞ് അവരെല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി അവർ കൊടുത്തു കഴിഞ്ഞാൽ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകങ്ങളുണ്ട്. ഫഅഫിഷൂ മിനൽ ജന്ന, മലക്കുകളെ ആ വ്യക്തിക്ക് നിങ്ങൾ സ്വർഗ്ഗത്തിലെ ഒരു വിരിപ്പ് നിങ്ങൾ വിരിച്ചു കൊടുക്കൂ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒരു കവാടം നിങ്ങൾ അയാൾക്ക് തുറന്നിട്ട് കൊടുക്കൂ. പ്രിയപ്പെട്ടവരെ, ആ ഖബറിന്റെ വിശാലത എത്രയാണെന്ന് നമുക്കറിയാം. ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഒരു മയ്യത്തിനെ പരിപാലിക്കുമ്പോഴോ, ഒരു മയ്യത്തിനെ കുളിപ്പിക്കുമ്പോഴോ, ഒരു മയ്യത്തിനെ കഫൻ പുടവ അണിയിപ്പിക്കുമ്പോഴോ ജീവിതത്തിൽ ചിന്ത വന്നിട്ടുണ്ടോ നമ്മുടെ ഹൃദയങ്ങളിലൂടെ? അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോയി കിടക്കേണ്ടവനാണല്ലോ. തരുണിമണികളായ മക്കളെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, കൂട്ടിവെച്ച സമ്പത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ആരും ഇല്ലാതെ ഞാൻ ഒറ്റക്ക് പോയി കിടക്കേണ്ട ഒരു ദിവസം എനിക്ക് വരാനുണ്ടല്ലോ എന്നുള്ള ചിന്ത പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു തലങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം. അതാണ് റസൂൽ പറയാൻ, ആ മനുഷ്യൻ നോക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അവന്റെ ഖബറക്ക് വിശാലമാകുമെന്നുള്ളതാണ്. അത് സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു ഫضലാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ആഗ്രഹം, മരണപ്പെട്ടവന്റെ മറ്റൊരു ആഗ്രഹം പറഞ്ഞതെന്നറിയോ? ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് അവൻ പ്രവേശിച്ച് അവൻ വിജയിച്ചു കഴിഞ്ഞാൽ ആ സന്തോഷ വാർത്ത അവന്റെ കുടുംബത്തെ അറിയിക്കാൻ അവൻ ആഗ്രഹിക്കും എന്നുള്ളത്. വിശ്വാസികളെ പറയുമ്പോ ഞാൻ നിങ്ങളും ആത്മാർത്ഥമായി ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട അടിമയായി നമ്മൾ മാറിയിട്ടുണ്ടോ? എല്ലാ നമസ്കാരങ്ങളും കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എത്രയോ ആളുകൾ സുബഹി ജമാഅത്ത് മാത്രം നിർവഹിക്കുന്ന ആളുകൾ. ചില ആളുകൾക്ക് സുബഹി അവരുടെ ജീവിതത്തിലില്ല, അവർക്ക് മഗ്‌രിബ് നമസ്കാരം മാത്രമേ ഉള്ളൂ. ചില ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമസ്കരിക്കുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്തിൽ എന്ത് രക്ഷ ലഭിക്കുവാനാണ് നമ്മൾ ചിന്തിക്കുക. ഹദീസിന്റെ താളുകളിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയും. മലായികത്തുകൾ പറയുകയാണ്, വലാകിന്നല്ലാഹ അസ്വറക വറഹ്മക ഫഅദ്ലക ബിഹി ബൈതഹു ഫിൽ ജന്ന. റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ഫഅദ്ലക ബിഹി ബൈതഹു ഫിൽ ജന്ന, നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സത്യവിശ്വാസിയായ മനുഷ്യൻ പറയുന്നു, ഫയഖൂലു ദഊനി ഹത്താ അദ്ഹബ ഫഉബശ്ശിർ അഹ്ലി, എന്റെ കുടുംബത്തിലേക്ക് എന്നെ വന്ന് പറഞ്ഞയക്കുമോ, എനിക്ക് ഈ സന്തോഷ വാർത്ത ഒന്ന് അറിയിക്കുവാൻ. ഏത് സന്തോഷ വാർത്ത? നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി സ്വർഗ്ഗത്തിന്റെ കേദാരത്തിലേക്ക് എന്നെ പ്രവേശിച്ചല്ലോ. ആ സന്തോഷ വാർത്ത ഞാനൊന്ന് അറിയിക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം
അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി താങ്കൾ ഇവിടെ തന്നെ താമസിച്ചു കൊള്ളുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ദുനിയാവിലൂടെയുള്ള ജീവിതത്തിൽ നമ്മൾ നന്നാക്കുക. ഒക്കെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലെ ഷഹീദായ ആളുകൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുകൾ, അവർക്കുള്ള ദർജ പരലോകത്ത് വലുതാണ്, വമ്പിച്ച പ്രതിഫലമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ ഷഹീദുകൾ ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ വീണ്ടും അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരിക്കൽ കൂടി ഷഹീദായി അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുവാൻ. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അഹദുൻ യദ്ഖുലുൽ ജന്നത യുഹിബ്ബു അൻ യർജിഅ ഇല ദുനിയാ വലഹു മാ അലൽ അർളി മിൻ ശൈഇ. ആരെങ്കിലും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതത്തിലൂടെ ദുനിയാവിലുള്ള എല്ലാ സർവ്വ വസ്തുക്കളെക്കാളും അവർക്ക് വലുതാ സ്വർഗ്ഗമായിരിക്കും. ഇല്ല ഷഹീദ്, ഷഹീദിനൊഴികെ, രക്തസാക്ഷിക്കൊഴികെ. യതമന്നാ അൻ യർജിഅ ഇല ദുനിയാ ഫയുഖ്തല 10 മർറാത്ത്. ആ ഷഹീദായ വ്യക്തി അതാ ആഗ്രഹിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ദുനിയാവിലേക്കൊന്ന് മടങ്ങി വരാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ 10 പ്രാവശ്യം ഷഹീദാകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി മരണപ്പെട്ട വ്യക്തി അവർക്ക് ലഭിച്ച സ്വർഗ്ഗത്തിലെ അവസ്ഥയും സുഖാനുഭൂതികളും എല്ലാം മനസ്സിലാക്കി അവൻ വീണ്ടും ഇഹലോകത്ത് തിരിച്ചു വരാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഇതാണ് ലക്ഷ്യവിഭാഗം. പ്രിയപ്പെട്ടവരെ, ഐഹിക ജീവിതത്തിൽ നന്മ ചെയ്തവർ ആരൊക്കെയുണ്ടോ അവർക്ക് രക്ഷയുണ്ട്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ നന്മ ചെയ്തവർക്ക് രക്ഷയുണ്ട്. അത് ആലിമാണെങ്കിലും ആലിമല്ലെങ്കിലും, പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിച്ചാൽ അവർക്ക് രക്ഷയുണ്ട് എന്നുള്ളതാണ്. ഐഹിക ജീവിതത്തിൽ മതിമറന്ന് ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയ നിഅമത്തുകളെ എല്ലാം മാറ്റിവെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മനുഷ്യർ, വീഴ്ച വരുത്തിയ മനുഷ്യർ ആഗ്രഹിക്കുന്നു എന്താണെന്നറിയോ? 2 റക്അത്ത് നമസ്കരിക്കുവാൻ ഈ ലോകത്തേക്ക് ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ നമുക്ക് കാണുവാൻ കഴിയും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഖബർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നുപോയി. فقال من صاحب هذا القبر. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരുടേതാണ് ഈ ഖബർ? فقالوا സ്വഹാബികൾ പറയുകയാണ്, ഫുലാൻ, ഇന്ന വ്യക്തിയുടെ ഖബറാണ് റസൂലേ. അപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 2 റകഅത്തായിരിക്കും ഈ മനുഷ്യനെ നിങ്ങളുടെ ദുനിയാവിലെ സമ്പത്തിനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടത്. നമ്മുടെ അടുത്തുള്ള സമ്പത്തിനേക്കാൾ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്കുള്ള ആഗ്രഹം എന്താണെന്നറിയോ? പഠിച്ചവനെ, ദുനിയാവിൽ പോയിട്ട് ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആ നന്മ കൂടി എനിക്ക് വാങ്ങാമായിരുന്നല്ലോ റബ്ബേ എന്നുള്ള ചിന്തയായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സമയത്തെ, നമുക്ക് നൽകുന്ന ആരോഗ്യത്തെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ചെലവഴിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലൂടെ ചെലവഴിക്കാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള പേടി ഉണ്ടാകണം.